ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു വെബ് സീരീസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നീരജ് മാധവ് നായകനായിട്ട് വരുന്ന, നീരജ് മാധവ് മാത്രമല്ല അജു വർഗീസും ഉണ്ട് ഇതിനകത്ത്. സോ അപ്പോൾ നീരജ് മാധവ് അജു വർഗീസ് അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വെബ് സീരീസ് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഇനി അവിടെ കയറി കാണാൻ പറ്റാത്തവർക്ക് സാധനങ്ങളൊക്കെ എവിടെ കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോ അപ്പോൾ അങ്ങനെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു വെബ് സീരീസ്, ഒരു 6 എപ്പിസോഡ് വരുന്ന വെബ് സീരീസ് ആണ്. സീരീസ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിഷ്ണു രാഘവ്. പുള്ളി തന്നെയാണ് അതിൻ്റെ റൈറ്റിങ്ങും ചെയ്തേക്കുന്നത്. പുള്ളിയെ അറിയാത്തവർക്കെന്ന് പറയുമ്പം പുള്ളിയുടെ പ്രീവിയസ് പടമായിരുന്നു വാശി സംവിധാനം ചെയ്ത പുള്ളിയാണ്. അപ്പം ഈ സീരീസിന്റെ കാസ്റ്റിലേക്ക് വരുമ്പം അജു വർഗീസ് ഉണ്ട്, ഗൗരി കൃഷ്ണ, പിന്നെ നീരജ് മാധവ്, ആനന്ദ് മന്മഥൻ, കിരൺ പീതാംബരൻ, ഗംഗ മീര, അങ്ങനെ കുറച്ച് ആൾക്കാർ അഭിനയിക്കുന്ന ഒരു സീരീസ് ആണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു 6 എപ്പിസോഡ് വരുന്ന, എന്നാൽ അധികം വലിച്ചു നീട്ടലില്ലാത്ത, ലാഗ് അടിപ്പിക്കാതെ നല്ല കിഡിലോസ്കി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ് ഗൈസ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അതായത് എല്ലാ പ്രവാസികളും, അതായത് ഗൾഫിൽ അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് എവിടെ പോയാലും ഒരാൾക്കാരുടെ ഡ്രീം എന്തായിരിക്കും, ഒരു വീട് വെക്കുക എന്നുള്ള ഡ്രീം ആയിരിക്കും. എന്ന് പറയുന്ന പോലെ നീരജ് മാധവ് ചെയ്യുന്ന ക്യാരക്ടറിനും, പുള്ളി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. സോ പുള്ളിക്ക് ഒരു ഡ്രീം ഉണ്ട്, ഒരു വീട് വെക്കണമെന്നും. സോ ആ വീട് വെക്കാനുള്ള ഒരു കുറച്ച് പ്രോസസ്സും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രേമം വരുന്നതും, അത് തമ്മിൽ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടോ സോർട്ട് ഔട്ട് ചെയ്യുന്നില്ലയോ എന്നൊക്കെ കാണിക്കുന്ന ഒരു സീരീസ് ആണ്. അജു വർഗീസ് വരുന്നത് നീരജ് മാധവന്റെ കസിനായിട്ടാണ്. അത് നീരജിന്റെ പേരായിട്ട് വരുന്നത് ഗൗരി കൃഷ്ണയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ട് ചെയ്തേക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും, എക്സ്പെഷ്യലി ഇതിനകത്ത് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് 2 അച്ഛൻ ക്യാരക്ടർ. അതിനകത്ത് അച്ഛൻ ക്യാരക്ടേഴ്സിനകത്ത് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഗൗരി കൃഷ്ണൻ്റെ ഫാദറായിട്ട് വരുന്ന ആ പുള്ളിക്കാരൻ്റെ റോളാണ്. ഐ തിങ്ക് കിരൺ പീതാംബരൻ എന്നാണെന്നാണ് പുള്ളിക്കാരൻ്റെ പേര് തോന്നുന്നത്. ഐ തിങ്ക് സോ പുള്ളിക്കാരൻ നല്ല കിടുക്കനായിട്ട്, പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് ഒരു സീരീസ് ആണ് ഗൈസ്. എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അജു വർഗീസിൻ്റെ റോള്, നീരജ് മാധവൻ്റെ റോള് ഭയങ്കര പ്രത്യേകത, അല്ലെങ്കിൽ ഭയങ്കര നമ്മളിതുവരെ കാണാത്ത റോള് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ട റോളൊക്കെ തന്നെയാണ്. ബട്ട് എന്നാലും കണ്ടിരിക്കാൻ രസമാണ്. ചെറിയൊരു കുഞ്ഞു പ്ലോട്ടാണ്. ആ കുഞ്ഞു പ്ലോട്ടിനെ മാക്സിമം 6 എപ്പിസോഡായിട്ട് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, എന്നാലൊട്ട് ഒരുപാട് 6 എപ്പിസോഡിനകത്ത് കൊള്ളിക്കുകയും വേണം. കുഞ്ഞു കഥയാണ്. എന്നാലൊട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുത്തി കയറ്റി അതിനെ വലിച്ച് നാശമാക്കിയിട്ടില്ല. കണ്ടിരിക്കാൻ പറ്റിയ, നമ്മളെ എൻഗേജ് ചെയ്ത് നെക്സ്റ്റ് എപ്പിസോഡിൽ എന്താണെന്നുള്ളത്. എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയ ഒരു ഇതെന്ന് തോന്നിയതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു കട്ടായിട്ട്, അതായത് പെട്ടെന്ന് അവിടെ ആ കട്ട് വന്നിട്ട് എപ്പിസോഡ് തീരുക. സെക്കൻഡിലോട്ട് എത്തുമ്പോഴത്തേക്ക്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുമ്പം ആ ഒരു സീരീസിൻ്റെ എൻഡിങ് ഒക്കെ കുറച്ച് നല്ല എന്താ പറയുക, നോർമലി നമ്മൾ കണ്ടുപോലത്തെ ഇനി എന്താണെന്ന് തോന്നിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് എപ്പിസോഡ്സിൻ്റെ ഒക്കെ എൻഡ് വരുന്നത്. ബട്ട് ദ ഫസ്റ്റ് എപ്പിസോഡിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു എൻഡിങ് കൊടുത്തത്. ആ ഒരു ചെറിയൊരു ഫോൾട്ട് മാത്രമേ എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. ബാക്കി അതർവൈസ് എല്ലാം നൈസാണ്. മേക്കിംഗ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, എല്ലാം നൈസാണ്. സോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാണുക. നൈസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർക്ക് എവിടെ കിട്ടുമെന്ന് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.